ഷൂട്ട് ചെയ്യാൻ പോയിട്ട് ഇച്ചിരി നേരം വന്ന് കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് ചോറും ഉണ്ടിട്ട് ഒരു 4:30 ആകുമ്പോൾ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചത്. ഇതാണ് നടക്കാൻ പോകുന്നത്. ബൊഗൈൻവില്ല ഓടിക്കാനൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു പറമ്പാണ്, പറമ്പിൻ്റെ വേലി ഇങ്ങനെ ബൊഗൈൻവില്ല വെച്ച് കണ്ടമാനം ബൊഗൈൻവില്ല, അത് ബൊഗൈൻവില്ല വെച്ച് ഇങ്ങനെ വേലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ ഒന്നും ചെടിയൊന്നും ഒടിച്ചെടുക്കത്തില്ല കേട്ടോ, പിള്ളേരെ പ്രേരിപ്പിക്കത്തുമില്ല, വഴക്ക് പറയും. പക്ഷെങ്കിൽ ഇത് ചുമ്മാ ഇങ്ങനെ വേലിയാണ്, കണ്ടമാനം വേലി ഇങ്ങനെ ബൊഗൈൻവില്ല വെച്ചുണ്ടാക്കി അങ്ങനെ കിടക്കുക. വഴിയിലോട്ട് ഇങ്ങനെ പടന്ന് കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ആശറിനോട് പറഞ്ഞു, അയ്യോ പിന്നെ വെയില അല്ലെങ്കിൽ നിർത്തി. ആശറിന് ധൃതി ഉണ്ടായിരുന്നു, പോകണമായിരുന്നേ. അപ്പം അല്ലെങ്കിൽ വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഞാൻ പതുക്കെ ഇതൊക്കെ ഒടിച്ചുകൊണ്ട് അങ്ങ് വന്നേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആശറും പറഞ്ഞു, ആശറൊന്നും ഒന്നും മൂളിയതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. പിന്നെ പക്ഷേ കുറച്ചായിട്ടിങ്ങനെ ആരൻ പറയുന്നുണ്ട്, ആരന് ബൊഗൈൻവില്ല വേണമെന്ന്. ഞങ്ങൾ നടക്കാനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒത്തിരി സ്ഥലത്ത് ബൊഗൈൻവില്ല ഇങ്ങനെ കണ്ട് ആരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരൻ പറഞ്ഞു ബൊഗൈൻവില്ല വേണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മേടിക്കാം, കുഞ്ഞി പാക്കറ്റിനകത്തുണ്ട്, അത് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരൻ പറഞ്ഞ് ഉടനെ മേടിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ പറ്റത്തില്ല, കാരണം എന്നാന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ വരണ്ടേ. അപ്പം മഴയില്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോകും. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, മഴ വന്നാലേ നമുക്ക് വളമൊക്കെ ഇടാനും പറ്റത്തുള്ളൂ, വളം ഇട്ടില്ലെങ്കിൽ അത്ര ഇതാകത്തില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുമായിരുന്നു ആരനെ. അപ്പോഴേ ഇന്ന് വഴിയിലെല്ലാം ഇങ്ങനെ വേലി പോലെ നിൽക്കുന്നത് കണ്ടു. അപ്പം അതാ ഞാൻ ആരനോട് പറഞ്ഞ് നമുക്ക് വൈകുന്നേരം നടക്കാൻ അങ്ങോട്ട് പോകാം. ഇങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അങ്ങോട്ട് ഇന്ന് പോകാം, എന്നിട്ട് നമുക്ക് പറിക്കാമെന്ന്. ഞാനാണെങ്കിൽ വന്ന് ആരനപ്പം ചിരിച്ചത് കണ്ടോ. ആരനറിയാം ഞങ്ങളങ്ങനെ കട്ട് പറിക്കാറില്ല, അതുകൊണ്ട് ആരൻ ചിരിച്ചത്. ഞാനങ്ങനെ പറിക്കാമെന്ന് പറഞ്ഞപ്പോഴേ എന്നെ ഒത്തിരി പേര് കമൻ്റ് ഇട്ട് കളിയാക്കി. രത്നം വേൾഡും പിന്നെ ജയാസ് വെറൈറ്റി എന്നെ ഒത്തിരി പേര് കളിയാക്കി, പ്രീതിയും എല്ലാവരും കളിയാക്കി. അങ്ങനെ ചെയ്യത്തില്ല ഞങ്ങൾ കേട്ടോ, സോറിയേ അങ്ങനെ പറഞ്ഞതിന്. പിന്നെ വേലിയുടെ അവിടെ നിൽക്കുന്നതായതുകൊണ്ട് വേണേൽ ശാലം ഒടിക്കുന്നതിന് കുഴപ്പമില്ല. ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങ് താഴായിട്ട് അവരുടെ വീട്, ഇതിങ്ങനെ അവരുടെ പറമ്പിൻ്റെ അവിടുത്തെ വേലിയാണ്. ഇനി അങ്ങോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ വല്ല പട്ടിയുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും മെനക്കെടുത്തില്ല. ഞാൻ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കില്ല പതിവ്. തമാശ പറഞ്ഞു കേട്ടോ. ഞാൻ പേടിച്ചു പോയി എല്ലാവരും കൂടെ കളിയാക്കിയപ്പോൾ. എന്നിട്ട് ഇതുണ്ടോ, ഞാനങ്ങനെ കുറേ നാളായില്ലേ വെയിലത്തിറങ്ങിയിട്ട്. പിന്നെ സ്കൂട്ടർ ഓടിയിൽ ഞാൻ നടുവേന കേസ് കൂടിയപ്പോൾ അങ്ങ് നിർത്തിയായിരുന്നല്ലോ. പിന്നെ ആഷറുള്ളതുകൊണ്ട് നമുക്ക് എവിടെ പോകുന്നതിന് ആഷറുണ്ട്, എനിക്ക് വണ്ടി ഓടിക്കേണ്ട കാര്യമില്ലായിരുന്നുകൊണ്ട് ഒരു വർഷമായിട്ട് ഞാൻ വണ്ടിയൊന്നും ഓടിക്കുന്നില്ലേ. ഞാൻ വന്ന് മുഖവും കാലും കൈയെല്ലാം കഴുകിയിട്ട് വന്ന് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരൻ ചോറുണ്ണാൻ വിളിച്ച്. ഞാൻ ചോറും കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും, ആരൻ ഇവിടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു, ഞാൻ ചുമ്മാ ഞാനും കുറേ വീഡിയോസ് തീർക്കാനുണ്ടായിരുന്നു, അതും കണ്ടിട്ട് അവിടെ ശകലം നേരം മയങ്ങിക്കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോൾ നടക്കാൻ പോകാൻ ഭയങ്കര മടി. പിന്നെ താമസിച്ചു പോയി, 5:15 അത് കാരണം പിന്നെ എനിക്ക് മടി. പക്ഷേ വൈകിട്ടത്തേക്ക് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയില്ല. ഉച്ചയ്ക്ക് ചോറും മോരും ചിക്കൻ വറുത്തതും ആയിരുന്നേ. അപ്പം തോരനൊന്നും വെച്ചില്ല. ആഷർ ഉച്ചയ്ക്ക് ഉണ്ടില്ല, രാവിലത്തെ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞ് ഉച്ചയായപ്പോൾ ഉണ്ടില്ല. ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയിട്ട് അതുവഴി അങ്ങ് എന്നെ ഇവിടെ ഇറക്കി വഴി വിട്ടിട്ട് പോയി. അപ്പം ഇച്ചിരി ചോറ് ആരൻ വെച്ച് ഞാനും ആരനും അങ്ങനെ കഴിച്ചു. പിന്നെ അപ്പോൾ ഞങ്ങൾ ശകലേ ഉള്ളായിരുന്നു, അത് തീർന്നു. അപ്പോൾ വൈകിട്ടത്തേക്കാണ് മറ്റേ ഫ്രൈഡ് റൈസിൻ്റെ അരി കുതിർത്ത് വെച്ചിരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രൈഡ് റൈസ് അത് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ സാലഡിന് തൈരില്ല. ഞാൻ കുറച്ച് എപ്പോഴും തൈര് ഇച്ചിരി സൂക്ഷിച്ച് വെക്കുവേ. അപ്പോൾ ആരനാണെങ്കിൽ പുളിശ്ശേരി മിനിങ്ങാന്നുണ്ടാക്കിയപ്പോൾ ഫുള്ളങ്ങ് എടുത്തു, അവനറിയത്തില്ലോ. അപ്പം തൈരില്ല സാലഡിന്. പിന്നെ അതുപോലെ
നട്ട്സ് ശകലമുണ്ട്, പക്ഷേ കിസ്മിസ് മുഴുവൻ തീർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇരുമ്പുളി വൈൻ ഇട്ടപ്പോൾ അതിനകത്ത് ഫുള്ളെടുത്ത് കിസ്മിസ് അങ്ങ് ഇട്ടു. അത് കാരണം അത് ശകലം വാങ്ങിക്കണം. അപ്പം 1-2 സാധനം തീർന്നിരിക്കുന്ന ഒന്ന് വാങ്ങിക്കാം. അപ്പം ഞാൻ ഓർത്ത് 2-3 സാധനമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചാണല്ലോ. അപ്പം എന്നാൽ പിന്നെ ഒന്ന് പോയി നടക്കുകയും ചെയ്യാം. കടയിലും പോയിട്ട് വന്നിട്ട് കുളിയും കഴിഞ്ഞ് ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ അതിന് മുമ്പ് ഇതുണ്ട്, ഇന്ന് ഈ വെയിലത്ത് പോയത് കാരണം എനിക്കൊരു അസ്വസ്ഥത ഇതുണ്ട്. വരുമ്പോഴേ നമ്മൾ സോപ്പിട്ട് കഴുകും, എവിടെ പോയാലും മുഖവും കാലും കൈയും മുഖമൊക്കെ കഴുകും. പക്ഷെ എന്നിട്ടും എനിക്കൊരു ഇത് തോന്നുന്നില്ല. നല്ല വെയിലല്ലായിരുന്നു, സ്കൂട്ടറിലല്ലേ പോയത്. അപ്പം എന്താ മുഖത്തങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാത്തതാണേ. പക്ഷേ ഇത് കാണാവോ, ഇത് കണ്ടോ, പിന്നെ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫോൺ ഇങ്ങനെ വെച്ചല്ലേ സംസാരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഞാൻ ആരനോട് പറഞ്ഞു, ഫോൺ ഇങ്ങനെ വെച്ചല്ലേ സംസാരിക്കുന്നത്. അത് കാരണം ഇവിടെ ഇങ്ങനെ അതിൻ്റെ എന്തുവാ ഇതടിച്ചായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മളങ്ങനെ അധികം വെച്ച് സംസാരിക്കാറില്ല. എല്ലാവർക്കും ഇവിടെ വെച്ചല്ലേ വശം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലതായിട്ട് ഇത് കണ്ടോ, ഒരു ഡാർക്കുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടർ അന്ന് ഞാൻ കാലിൻ്റെ ഇതിനെ കാണിക്കാൻ പോയപ്പം എൻ്റെ മുഖം മാസ്ക് മാറ്റി എൻ്റെ മുഖം ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു മുഖം നല്ലതാണ്, പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതങ്ങനെ വേറെ പാടോ അങ്ങനത്തെ ഒന്നുമല്ല, ഒന്നും തേക്കണ്ട, അത് എന്നാന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞില്ല ഈ ഫോൺ എനിക്കറിയത്തില്ല അതുതന്നെയാണോ എന്ന്. അതുകൊണ്ട് ഞാൻ പറയാനും പോയില്ല. ഫോണിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇതും കൊണ്ട് വല്ലതാണോ എന്ന് അറിയത്തില്ല. അതോ ഇനിയിപ്പം ജയയും അജിതയൊക്കെ പറയുന്ന പോലെ കരിമങ്കല്യാണ്. ഞങ്ങളുടെ കുടുംബത്തങ്ങനെ ആർക്കും കരിമങ്കല്യ ഇല്ല. പിഗ്മെൻറ്റേഷൻ കരിമങ്കല്യ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? കഞ്ഞിക്കുഴി വീട്ടിൽ ആർക്കും ഇല്ലല്ലോ. മേമ്മയ്ക്കോ അവളുമാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഇല്ല. എൻ്റെ വല്യമ്മയൊക്കെ 73 വയസ്സിൽ മരിക്കുമ്പോൾ നല്ല ഫെയർ മുഖമായിരുന്നു. ഞാൻ അവിടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ അങ്ങും ആർക്കും ഒരു കുഴപ്പവും ഇല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഫോണിങ്ങനെ, അതുകൊണ്ട് ഞാനിപ്പോൾ ആര് വിളിച്ചാലും സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്ന. ഫോണിങ്ങനെ ചേർക്കുകയില്ല. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ വശത്ത് പിടിച്ചല്ല നമ്മളിങ്ങനെ ഫോണാ വരുന്നതെന്നറിയാം. ഞാനിപ്പോൾ അങ്ങനെ ഫോൺ എടുക്കത്തുമില്ല. അഥവാ അത്യാവശ്യക്കാരെ എടുത്താൽ സ്പീക്കറിൽ വെക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് കടയിൽ പോയിട്ട് എളുപ്പം ഇരുട്ടുന്നതിന് മുമ്പ് പോയിട്ട് വന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാനങ്ങനെ മുഖത്തൊരു ക്രീമുകളോ ഒന്നും തേക്കത്തില്ലല്ലോ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മ അറിയാതെ ഫെയർ ആൻഡ് ലവ്ലി മേടിച്ച് തേക്കുമായിരുന്നെന്ന്. ആരൻ ചിരിക്കുന്നു. എൻ്റെ അമ്മ കൊല്ലുവേ. ഞങ്ങളെ കുഞ്ഞിലേ മുതലേ പച്ചമഞ്ഞൾ ദേഹം ഫുള്ളും തല തൊട്ട് പാദം വരെ തേച്ച് ബാത്റൂമിലോട്ട് 4 പെൺപിള്ളേരെ 4-നെയും കൂടെ നിരത്തി നിർത്തിയിട്ട് മഞ്ഞൾ ഇങ്ങനെ മുഖം തൊട്ട് പാദം വരെ അരച്ച് തേച്ച് അങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒരു പാടുകളോ കറുപ്പായിട്ടൊന്നും വന്നിട്ടില്ല. ഏറ്റവും അനിയത്തി നല്ല കറുപ്പായിരുന്നു. അവൾ പോലും അങ്ങനെ തേപ്പിച്ച് ഇരുനിറമായി കേട്ടോ, നല്ല വെളുത്തു. അപ്പോൾ ഞാൻ ഈ സ്കൂട്ടർ ഓടിച്ചാൽ എനിക്കിങ്ങനെ മങ്ങൽ വന്നത്. പിന്നെ അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് ഹോർമോണിൻ്റെ ഇത് വരുമ്പം ഈ പെടലി കറക്കും. അപ്പോൾ ഞാൻ ഇതുണ്ട് ഈയിടെ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചില്ലേ, അപ്പം അതിൻ്റെ ഒരു ഇതും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഒരു ഇതുണ്ട്. ഇന്നത്തെ പോക്കും വരവും കൂടെ ആയപ്പോഴത്തേക്കിനും നല്ലതായിട്ടങ്ങ് ഒരു ഇതുപോലെ തോന്നുന്നു. അപ്പം ഞാൻ ഓർത്തു പിന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പോൾ അതെന്നാന്ന് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ അപ്പം അതിനും വേണം ഒരു സാധനം, അതിനു വേണ്ടി ഇപ്പം മേടിക്കാൻ പോകുന്നത് തീർന്നു. അപ്പം പിന്നെ പകൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ ഇങ്ങനെ ഞങ്ങളെ മുഖം തൊട്ട് പാദം വരെ മഞ്ഞളാ തേച്ച്, ചുമ്മാ പച്ചമഞ്ഞൾ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അത് കല്ലിൽ അരച്ച്
ഒരുപാട് കാണും. അപ്പോൾ കല്ലിലടിച്ച് 4 പേരുടെയും ദേഹം ഫുള്ള് ഇവിടെ തൊട്ട് പാദം വരെയും തേച്ച് അങ്ങനെയാണ് തരുന്നത്. രാത്രി കിടക്കുമ്പം പിന്നെ നിർബന്ധമായിട്ട് രക്തചന്ദനത്തിൻ്റെ തടിയുണ്ട്, അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്ന ആ തടി മേടിച്ച് കല്ലേലിങ്ങനെ ഉരച്ച് പാറക്കല്ലെടുത്ത് ഇങ്ങനെ സ്ലൈസായിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേലിങ്ങനെ മുഴുവൻ ഈ രക്തചന്ദനത്തിൻ്റെ തടി ഉരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് അതിങ്ങനെ എടുത്ത് ഫുള്ള് ദേഹത്ത് ഇങ്ങനെ തേച്ചിട്ട് വിടാതെ നമ്മൾ ഉറങ്ങാൻ നേരം അത് അമ്മ ഉറങ്ങുന്നതിന് മുമ്പ് അവരോരരച്ച് 4 പേരും തേച്ച് പിന്നെ കഴുത്തേലും ഇങ്ങനെ മുഖത്തും തേച്ച് കിടന്നോണം. രാവിലെ എഴുന്നേറ്റ് കഴുകി കളയാൻ സമ്മതിക്കുള്ളൂ. വെളുപ്പിനെ എഴുന്നേറ്റ് കഴുകണം, അല്ലെങ്കിൽ ഭയങ്കര ബഹളം വെക്കുക. കാരണം ആരെങ്കിലും കണ്ടാൽ ഇതെന്നാന്ന് ചോദിക്കുമല്ലേ. അപ്പോഴത്തേക്ക് ഈ രക്തചന്ദനത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും കാണുമ്പോൾ എന്നാന്ന് ചോദിക്കുവാണെങ്കിൽ ഇല്ലേ രക്തചന്ദനം തേച്ചത് മറ്റുള്ളവർ കണ്ട് ചോദിച്ചാലേ ചിക്കൻ പോക്സ് വരുമെന്ന്. അത് കറക്റ്റാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ പേടിച്ചിട്ടെങ്ങും ഇത് കഴുകാതെ ഇറങ്ങത്തില്ല. അപ്പോൾ എൻ്റെ അനിയത്തി കഴുകാതെ, നേരെയുള്ള അനിയത്തി കഴുകാതെ തറവാട് തൊട്ട് ബാധിക്കുകയാണ്. അങ്ങോട്ട് പോയി അവിടെ നിന്ന് അമ്മച്ചി ആരാണ്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ കാരണം തല്ലി പൊളിച്ച് മേല ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ചങ്ങ് പേടിച്ചും പോയി. അല്ല എന്നെയല്ല, ഞാനങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഏതും പോരാത്ത കാണ്ടാമൃഗം പോലത്തെ സ്വഭാവം എൻ്റെ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. എന്നിട്ട് പിന്നെ അനിയത്തിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചിക്കൻ പോക്സ് വന്നു, ഭയങ്കരമായിട്ട് സുമിക്ക്. അങ്ങനെ പിന്നെ ഞങ്ങളെ എല്ലാവരെയും കൂടെ എന്നിട്ട് തറവാട്ടിലോട്ട് താമസിപ്പിച്ചിട്ട് എൻ്റെ അപ്പനും അമ്മയും അനിയത്തിയും മാത്രം ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ ഒരിതുണ്ട്. അതുകൊണ്ട് എനിക്കതറിയാം. അപ്പോൾ രക്തചന്ദനം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കല്ലേലിങ്ങനെ അരച്ചിട്ട്, അതിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് ഒരു ഗുണവുമില്ല. ആ തടി വാങ്ങിച്ച് കല്ലേൽ ഉരച്ചിട്ട് പിന്നെ നിങ്ങൾ തേക്കണേ. എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഞാനത് ഉരച്ച് 1-2 പ്രാവശ്യം പണ്ട് ഒരു 10 വർഷം മുമ്പ് ഒരു തടി ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് ഈ സ്കൂട്ടറെ പോക്ക് കാരണം മുഖം കരുവാളിച്ചിട്ട് അമ്മ വഴക്ക് പറഞ്ഞ്. പിന്നെ അമ്മ ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ ഞങ്ങളെ ആ 1 മാസത്തെ അവധിക്ക് ഞങ്ങളെ മേക്കപ്പ് പണിയാണ്, മഞ്ഞൾ തേപ്പീരും ഇതുമൊക്കെ, മുടിയുടെ കാര്യം നോക്കൽ. മുടിയൊക്കെ ഞാൻ ഈ സൂക്ഷിക്കാഞ്ഞിട്ട് എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ പോയത്. എന്ത് മുടിയായിരുന്നു. അപ്പം എന്തായാലും രക്തചന്ദനം നിങ്ങൾ തടി വാങ്ങിച്ച് അരച്ച് വേറെ ഒന്നും അതിൻ്റെ കൂടെ ചേർക്കണ്ട. മൊത്തം തേൻ തേക്കുന്നവരുണ്ട്. തേൻ തേക്കുന്നത് നല്ല കേട്ടോ. തേനും രക്തചന്ദനത്തിൻ്റെ തടി അരച്ചും കൂടെ തേച്ചാൽ കരിവാളിപ്പ് ഫുള്ള് പോവും. കരിമംഗല്യവും പിന്നെ ടാനും എല്ലാം ഫുള്ള് പോയി. ഹോർമോണിൻ്റെ ഈ പെടലിയുടെ ഇതും എല്ലാം പോവും. ഒന്നും പേടിക്കണ്ട. ഞങ്ങളൊക്കെ അങ്ങനെ ഇതുവരെ എനിക്കൊന്നും ഒരു മുഖത്തൊരു കുഴപ്പമോ. പിന്നെ ഈ സ്കൂട്ടർ ഓടിയിട്ട് തുടങ്ങിയപ്പോഴും ദേഹം സൂക്ഷിക്കാതെ ഇരിക്കുമ്പോഴും ഒക്കെയാണ് എനിക്കൊക്കെ ഈ മങ്ങൽ സംഭവിച്ചു പോയത്. പിന്നെ ഇപ്പം എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേരെന്നെ വഴക്ക് പറഞ്ഞു, ചെറുപ്പത്തിലെ മുഖത്തിൻ്റെ ഇതൊക്കെ മാറുന്നു, സൂക്ഷിക്കണമെന്നും പറഞ്ഞു. കാരണം മനഃപൂർവ്വം എന്തിനാണ് നശിപ്പിക്കുന്ന മുഖം? നല്ല മുഖം ദൈവം തന്നില്ലേ. പിന്നെ അപ്പോൾ അത് ഒന്ന് പോകാതിരിക്കാൻ ഞാൻ ഇവിടെ 1-2 ആഴ്ചയായിട്ട് ഞാൻ ഓരോന്നിങ്ങനെ തേക്കുന്നുണ്ട്. അതെന്നാന്ന് ഞാൻ കാണിച്ചു തരാവേ കേട്ടോ. മാറി ഓരോന്നാണ് തേക്കുന്നത്. ഈ 2 ഐറ്റം വെച്ചിങ്ങനെ തേക്കുന്നു. 1-2 ആഴ്ചയായിട്ട് തേക്കുന്നുണ്ട്. ഒന്നരാടനെ തേക്കുള്ളൂ. എല്ലാ ദിവസമൊക്കെ മടിയാണ്. ഒന്നരാടൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. രക്തചന്ദനമൊക്കെ എന്നും തേച്ചോ. രാവിലെ എഴുന്നേറ്റ് കഴുകി കളയാവുള്ളൂ. ബെഡേലൊന്നും ആകത്തില്ല, അതങ്ങ് ഉണങ്ങി പിടിച്ചോളൂ. പിന്നെ ഇച്ചിരി തേനും കൂടെ കൂട്ടി തേച്ച ബെഡേലാവും. അതാ. അല്ലെ പിന്നെ ഒരു 2 മണിക്കൂർ അതിങ്ങനെ ഇരുന്നിട്ട് അങ്ങ് കഴുകി കളഞ്ഞോളാം. ഇങ്ങനെ ഉണങ്ങി വലിഞ്ഞ് വരുമ്പോൾ സംസാരിക്കല്ലേ, ഇത് വലിയും. അല്ലെങ്കിൽ 1 മണിക്കൂർ തേച്ചിട്ട് നിങ്ങൾ കളഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്കിതറിയാൻ അല്ലെങ്കിൽ മുഖം വലിഞ്ഞ എന്നെ പറയില്ല. അപ്പോൾ അതൊരു ടിപ്പ്. പിന്നെ മറ്റേ ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് കാണിക്കാതെ. എല്ലാവരും ടിപ്സൊക്കെ ചെയ്യുമ്പം ഞാൻ ഓർക്കും ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്നേ. പിന്നെ ഞാൻ ഓർക്കും എല്ലാവരും കൂടെ ടിപ്സൊക്കെ ഇടുമ്പോഴത്തേക്കിനും വല്ലൊരു കളിയാക്കി നെഗറ്റീവ് കമൻ്റൊക്കെ വന്നെങ്കിലോ. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് മടി.
മുടിക്കാന്നേലും പണ്ട് എണ്ണ തേച്ച് പിന്നെ കയ്യെണ്ണയും കറ്റാർ വാഴ പിന്നെ ഇത് കൂവളം പിന്നെ വേറെ എന്തായിരുന്നു, അങ്ങനെയൊക്കെ അമ്മ കയ്യെണ്ണയായിരുന്നു കൂടുതൽ, അങ്ങനെയായിരുന്നു അമ്മ എണ്ണ മുറുക്കി തരുന്നത്. ഭയങ്കര മുടിയായിരുന്നു. രണ്ടായിട്ട് പിന്നെ ഇടുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ കൈയുടെ വലിപ്പത്തിൽ ഇങ്ങനെ നല്ല തിക്കായിരുന്നു. ഇടയ്ക്ക് കണ്ടിച്ച് കളഞ്ഞതാണ് ബ്യൂട്ടി പാർലറിൽ കൊണ്ട്. ഇനിയിപ്പം നന്നാക്കി എടുക്കാം. മുടിയുടെയും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാവേ. ചെയ്ത് കാണിക്കാനായിട്ട് എങ്ങനെയാണെന്ന് പറ്റത്തില്ല. എന്നാണെന്നറിയോ, ഞാൻ കുളിക്കാൻ കയറുമ്പോഴാണ് തേക്കുന്നത്. അല്ല നമ്മുടെ ഉടുപ്പൊക്കെ മുഴുവൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ഉടുപ്പൊക്കെ ഇടുമ്പോൾ അതേലെല്ലാം പിന്നെ ആകത്തില്ല. അതുകൊണ്ട് ഞാൻ കുളിക്കാൻ കയറുമ്പോഴാണ് മൊത്തം ദേഹത്തും മുഴുവനാണേലും തേക്കുന്നതും തലയിൽ തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സേ പറ്റത്തില്ല. പിന്നെ ഒരു പ്രശ്നം, ബാത്റൂം ബ്ലോക്ക് ആകാതെ നമ്മൾ പുറത്ത് ബാത്റൂം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പുറത്ത് ബാത്റൂം ഇല്ലല്ലോ, പാകത്ത് ഉള്ളതല്ലേ ഉള്ളൂ. അപ്പം അത് ബ്ലോക്ക് ആകാതൊക്കെ നോക്കണം. അങ്ങനെ അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. പിന്നെ എന്തുവാ പറയുന്നത്, മുടിയുടെ മുഖത്തിൻ്റെ പിന്നെ ഈ ഉടുപ്പില്ലേ, ഇത് കണ്ടോ, ഒന്ന് കാണിച്ചേ കുഞ്ഞു. ഇങ്ങനെ പിടിച്ച് കാണിച്ച് കുഞ്ഞു, ഇങ്ങനെ ഒന്ന് പിടിച്ച് കാണിച്ച്. ഇത് ഞാൻ പറഞ്ഞില്ലേ മിഡ് നൈറ്റ് സെയിലിന് 6 300 രൂപ. 6 300 രൂപ. പിന്നെ ഈ ലെഗിൻസില്ലേ 10 600 രൂപ. 10 600 12 700 രൂപ. ഇത് ലെഗിൻസ് 12 700 രൂപ. ഇത് 6 300 രൂപ. ഈ ലെഗിൻസും ടോപ്പും ഇഷ്ടപ്പെട്ടോ? നല്ല ലാഭമല്ലേ? വീഡിയോ പിടിക്കാനായിട്ട് നമുക്ക് മാറി മാറി ഇടാമല്ലോ. പിന്നെ ഇപ്പോൾ കടയിൽ പോകാനും കളത്തിപ്പടി വരെ പോകാനും ഒക്കെ ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഇത് മതിയല്ലോ. എന്നാൽ ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണം വേറെ ഒരു റെഡ് പോലത്തെ യെല്ലോ പോലത്തെ ഇട്ടുകൊണ്ട് പോയ ദിവസമാണ്. പിന്നെ റെഡ് ലെഗിൻസും യെല്ലോ പോലത്തെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണം ഇട്ടുകൊണ്ട് പോയപ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് വെച്ച് ജയയുടെ ഫ്രണ്ടിനെ കണ്ടേ. എൻ്റെ അടുത്ത് ഓടി വന്ന് ഞാൻ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത്. ഓക്കെ, അപ്പോൾ കടയിൽ പോയിട്ട് വരാമേ. ചെമ്പരത്തി ആയിരുന്നു വെക്കണ്ടേ. ചെമ്പരത്തി ചെവിയെ വെച്ചോണ്ടാണോ നടന്നേ? അതെ, കടയിൽ നിന്നപ്പോഴോ? വട്ടാന്നല്ലെങ്കിൽ എല്ലാരും പറയുമല്ലേ. ചോസ്വേൾഡ് വട്ട്. അപ്പോൾ ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നു. മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് കാണിക്കട്ടെ, എളുപ്പം കാണിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തി അമ്മ മഞ്ഞളും തേപ്പിച്ച് പിന്നെ രക്തചന്ദനം തേപ്പിച്ച് അങ്ങനെയുള്ളൂ. അല്ലാതെ ഞാൻ പിന്നെ വലുതായിട്ട്, അതായത് ഒരു കല്യാണം വരെയൊക്കെ ഞാനും അനിയത്തിമാരും പിന്നെ എൻ്റെ കസിൻ ബ്രദറും കൂടെ, എൻ്റെ ഇളയതാണ് കസിൻ ബ്രദർ, അപ്പാപ്പൻ്റെ മോൻ. അവന് പെങ്ങന്മാരൊന്നും ഇല്ല, ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ അവൻ ഞങ്ങൾ എന്നാ തേച്ചാലും അവനും വന്ന് തേക്കും. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും കൂടെ ഇട്ട് കുഴച്ചില്ലെങ്കിൽ അവൻ ഞങ്ങളെ തേപ്പിക്കാതെ അവനങ്ങ് തേക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഭയങ്കര കൂട്ടാണ്, ഞങ്ങൾ 5 പേരും കൂടെ ഭയങ്കര കൂട്ടാണ്. എന്നിട്ട് അപ്പോൾ അങ്ങനെ കല്യാണം വരെ 26 വയസ്സ് വരെ ഇങ്ങനെ ഇടയ്ക്ക് മുട്ടിനും തേക്കുമായിരുന്നേ. അല്ലാതെ കല്യാണം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇനി 25ാം വിവാഹ വാർഷികം പറയാനാണെങ്കിൽ എൻ്റെ പൊന്നോ പുസ്തകം എഴുതാൻ മാത്രം ഉണ്ട്.
പക്ഷെ ഒന്നും ഞാൻ പറയുന്നില്ല, ജീവിതമാണോ അങ്ങനെയൊക്കെയാണ്. കല്ലും മുള്ളും കുന്നും മലയും കോഴിക്ക് തീറ്റ കൊടുക്കും ആരാണ് അതിൻ്റെ ചിലപ്പോൾ കല്ലും മുള്ളും കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി ഒക്കെയാണ്. പിന്നെ വെള്ളപ്പൊക്കം കാണും, ഇടിമിന്നൽ കാണും, കൊടുങ്കാറ്റ് കാണും, എല്ലാം കാണും. പക്ഷെ പിടിച്ച് നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. എപ്പോഴും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ വീട്ടുകാർ പ്രശ്നമാണ്, ഭർത്താവ് പ്രശ്നം, മക്കൾ പ്രശ്നമാണെന്നും പറഞ്ഞ് നമ്മൾ പിടിച്ച് നിൽക്കാതെ എടുത്തുചാട്ടം കാണിച്ചാണ്ടല്ലോ എങ്ങും എത്തുകയില്ല. നമ്മുടെ വീട്ടുകാർക്കും പ്രശ്നം, എല്ലാവരുടെയും ജീവിതം പോത്തില്ല. അപ്പം നിങ്ങളോട് ഈ 25ാം വിവാഹ വാർഷിക ദിനത്തിൽ പറയാനുള്ളത്, ഒരു വിവാഹം ദൈവം തന്നിരിക്കുന്ന അത് അഡ്ജസ്റ്റ് ചെയ്ത് മാന്യമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചോണം. ഞങ്ങളൊക്കെ അതിൻ്റെ പൊന്നോ അയ്യോ ഒരു തരത്തിലൊരു 1% മുന്നോട്ട് ജീവിക്കാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. ഞാനീ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ ഒരു 80% ആൾക്കാർക്ക് അറിയാം. പുതിയ ആൾക്കാർക്ക് അറിയാൻ മേലാതുള്ളൂ, എല്ലാവർക്കും അറിയാം എൻ്റെ പൊന്നോ എങ്ങനെയാണെന്നറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സൗന്ദര്യകാര്യമോ മുടികാര്യമോ ഒന്നും, രാവിലെ ജോലിക്ക് പോകുമ്പോഴും കുളിക്കും, വൈകുന്നേരം വന്നിട്ടും കുളിക്കും, ആ ഒരു ഇതല്ല. പിന്നെ എണ്ണ തേച്ചാൽ കുളിക്കുന്ന ദേഹത്തും മുഖത്തും കയ്യിലും കാലിലും. പിന്നെ പണ്ടൊക്കെ വീട്ടിൽ ദേഹം ഫുള്ള് എണ്ണ തേച്ച് നിർത്തും, അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കുകയുള്ളൂ. മഞ്ഞൾ തേക്കുന്ന ദിവസം മഞ്ഞൾ എല്ലാ ദിവസവും തേപ്പിക്കുമായിരുന്നു തോന്നുന്നു, അതോ ആഴ്ച 3-4 ദിവസം അങ്ങനെയാണെന്ന് ഓർമ്മ വരുന്നില്ലേ. എന്തായാലും മഞ്ഞൾ തേപ്പിക്കും, ദേഹത്തെണ്ണ എല്ലാ ദിവസവും ഫുള്ള് തലയിലും മുഖത്തും ദേഹത്ത് ഫുള്ളും തേപ്പിക്കും അമ്മ. അങ്ങനെയൊക്കെയുള്ള സൗന്ദര്യവും 2 നേരത്തെ കുളിയുടെ സൗന്ദര്യം, പിന്നെ ഒരു നേരം എണ്ണ വെച്ച് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് എണ്ണ തേച്ച് കുളി, മഞ്ഞൾ തേച്ച് കുളി, ഇതിൻ്റെ സൗന്ദര്യമായിരുന്നു. മുഖത്തൊന്നും കടലാസ് ഒട്ടിച്ച പോലെ ഇരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിത്തി നെയ്ബർ പറയുമായിരുന്നു. ഞങ്ങൾ 4 പെൺപിള്ളേരായിട്ട് എങ്ങനെ ഞങ്ങളുടെ കല്യാണം നടക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കൂട്ടുകാരോട് ഷെയർ ചെയ്യുമായിരുന്നു, സങ്കടപ്പെടുമായിരുന്നു. അപ്പോൾ റെഡി നിൻ്റെ മുഖം കണ്ട ശ്രീധനെ ഇങ്ങോട്ട് തരണമല്ലോ. അപ്പം ഇതുപോലൊന്നും അല്ല ഇരുന്നു, ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ, നല്ല നീണ്ട മുഖമൊക്കെ ആയിട്ട് മിടുക്കത്തിയായിരുന്നു, പട്ടത്തിക്കൊച്ചു പോലെ ഇരിക്കണമെന്ന് എല്ലാവരും പറയായിരുന്നു. എല്ലാ അയൽവക്കത്തെ എല്ലാം ഫുള്ള് ഉർവശി എന്നൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഞാൻ ചുമ്മാ പൊങ്ങച്ചൻ പറയോ ഒരുമാതിരി വർത്താനം പറയല്ല, അത് ഉള്ള കാര്യമായി പറയുന്നത്. എന്നാൽ ഞാനൊരു പിരിക എഴുത്തോ പിന്നെ കണ്ണ് രാത്രി കിടക്കുമ്പോഴാണ് അമ്മ എഴുതിപ്പിക്കുക, രാവിലെ ആകുമ്പോൾ നല്ലതായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. അല്ലാതെ രാവിലെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ വരയ്ക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, അപ്പനും ഇഷ്ടമല്ലേ. പക്ഷേ എനിക്കിഷ്ടമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ വരയ്ക്കും. അപ്പോൾ അപ്പൻ ദൂരെ ജോലി ഞാൻ പറഞ്ഞിട്ടില്ല, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അപ്പൻ ആഴ്ച ഒന്നല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് അപ്പനില്ലാത്തപ്പം സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ, സ്കൂളിൽ ഇതൊന്നും സമയത്ത് കോളേജിൽ പോകുന്ന സമയത്തൊക്കെ പുറത്തുകൂടെ വരയ്ക്കുക. സ്കൂളിൽ എല്ലാം യൂണിഫോം അല്ലേ, പൊട്ടോ അങ്ങനത്തെ ഒന്നും നമുക്ക് തോന്നത്തില്ല, യൂണിഫോം ഇട്ട് അങ്ങ് പോവുക. പിന്നെ പൗഡറോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ. ഒരു സംഗതി നമുക്ക് അതിനുള്ള തികയത്തില്ലെന്ന്. അപ്പൻ്റെ ഒരു വരുമാനമല്ലേ, ശമ്പളം കിട്ടുന്നത് കൊണ്ട് എല്ലാം കൂടെ ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പൗഡറൊക്കെ നമ്മൾ വിശേഷ ദിവസങ്ങളിലോ എങ്ങാനും വല്ലയിടത്ത് പോകുമ്പോഴൊക്കെ ഇച്ചിരി ഇടാൻ കിട്ടിയെങ്കിൽ ഒരെണ്ണം മേടിച്ച്, ഈ ട്രങ്ക് പെട്ടി എന്ന് പറയില്ലേ, ട്രങ്ക് എന്നാണ് പറയേണ്ടത്, പെട്ടിയും ട്രങ്കും എല്ലാം ഒന്ന്. അപ്പോൾ ഈ ട്രങ്ക് എന്ന് പറയുന്ന ആ പെട്ടിയില്ല, അതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് താഴിട്ട് പൂട്ടുവേ പൗഡറൊക്കെ. അങ്ങനെയൊക്കെ നിവൃത്തിയുള്ളൂ പണ്ട് കാലത്തൊക്കെ അങ്ങനെ. അപ്പം ഞങ്ങൾ ഈ 4 പെൺപിള്ളേരും കൂടെ ആയപ്പോൾ എല്ലാവരുടെയും കൂടെ വലിയ പാട്, മാന്യമായിട്ട് പഠിപ്പിച്ചു കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ആഹാരമൊക്കെ തന്നു, ഞാൻ പറഞ്ഞില്ലേ വർഷത്തിലൊരു ഡ്രസ്സാണെന്നൊക്കെ. അപ്പം അങ്ങനെ. അപ്പോൾ ഈ സൗന്ദര്യ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അമ്മയ്ക്ക്. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോക്കൊന്നുമല്ല, അന്നൊന്നും അങ്ങനെ ബ്യൂട്ടി പാർലറില്ല. പക്ഷേ എൻ്റെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുടി ഇവിടുന്ന് എടുത്ത് കളഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെട്ടി, അതൊക്കെ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. ആദ്യമായിട്ട് എന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്ന, അല്ലാതെ ഒരു ഇതിനും ഒന്നും കൊണ്ടുപോകത്തില്ല. അമ്മ ഇങ്ങനെ മഞ്ഞൾ തേപ്പിച്ചു, രക്തചന്ദനം തേപ്പിച്ചു, പിന്നെ ദേഹം ഫുള്ള് തലയിലും മുഖത്തും എല്ലാം എണ്ണ, നല്ല ശുദ്ധ വെളിച്ചെണ്ണ തേച്ച്, തല കയ്യന്യം, കറ്റാർവാഴ, പിന്നെ കൂവളത്തില അങ്ങനെയുള്ളതൊക്കെ ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത്. പിന്നെ ഇടയ്ക്കൊരു ഞങ്ങളുടെ വീട്ടിൽ പശുവിനെ കറക്കാൻ വരുന്ന പിള്ളാച്ചൻ്റെ വീട്ടുകാർ നീലപ്രിയാതി എണ്ണ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഒരു 10-16 വയസ്സ് ഒക്കെ ആയപ്പോഴത്തേക്കിന് അത് അവിടെ നിന്ന് മേടിച്ച്, നല്ല വില. എന്നാലും അമ്മ അതിനൊക്കെ
പൈസ മുടക്കും കേട്ടോ. എന്നിട്ട് മുടിയൊക്കെ എല്ലാവർക്കും നല്ല കറുത്ത മുടി, നല്ല തിക്ക് മുടിയാണ് 4 പേർ അങ്ങനെയൊക്കെ. അപ്പം ഇത്രയൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 25 വർഷമായിട്ട് ഒരു പരിപാടിയില്ല. ഇടയ്ക്കെങ്ങാണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് ഫേഷ്യൽ ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ 25 വർഷമായിട്ട് എൻ്റെ കല്യാണത്തിന് 99 ഫേഷ്യൽ ചെയ്യിപ്പിച്ചിട്ട് വീട്ടുകാർ, എൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ച് എന്നെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഈ 25 വർഷത്തിൽ ആകെപ്പാടെ ഞാനൊരു 5 പ്രാവശ്യമോ 6 പ്രാവശ്യമോ വിരലയിലെണ്ണ ഫേഷ്യൽ ചെയ്ത് കാണും. അല്ലാതെ ഒരു പരിപാടി. അതുകൊണ്ട് മുഖത്തിനൊരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കെമിക്കൽ ചെയ്യുമ്പില്ല. ഞാൻ പിന്നെ ഈ 6 പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞത് 5ആണോ 6ആണോ എനിക്കറിയത്തില്ല, ചെയ്തെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ ബ്യൂട്ടീഷ്യനുണ്ട്, പുള്ളിക്കാരത്തി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോട്ടെ. അല്ല ജോമ ചേച്ചി ഒത്തിരി പ്രാവശ്യം ചെയ്തെന്നൊന്ന് പറഞ്ഞോട്ടെ. രജനിയും ജൂലി, രജനിയുടെ അടുത്തായിരുന്നു പണ്ട് പോകുന്നത്. ഇപ്പം ജൂലി എന്ന് പറയുന്ന കൊച്ചിൻ്റെ അടുത്താണ്. ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വൈഫായിട്ട് ഞങ്ങൾ ആ കൊളീഗ്സിൻ്റെ ആ ഒരു ഇത് വെച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പം 2 പേരും പറയട്ടെ, കമൻറ്റ് ചെയ്യട്ടെ. അല്ല ജോം ചേച്ചി ഒത്തിരി പ്രാവശ്യം വരുന്നുണ്ട്, എല്ലാ മാസവും വരുന്നുണ്ട്, ചെയ്യുന്നുണ്ടെന്ന് അവർ പറയട്ടെ. അവരെല്ലാം വീഡിയോ കാണുന്ന, എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ കാണുന്ന 2 പേര്. അവർ പറയട്ടെ. വേറെ ഒരു ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. അപ്പോൾ അതൊക്കെ ഈ നല്ല അമേരിക്കൻ കല്യാണങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് അല്ല ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ പോയപ്പോഴൊക്കെ. പിന്നെ ഞങ്ങളുടെ ചേട്ടന്മാരുടെ മക്കളുടെയൊക്കെ ഈയിടെ 2020-ലും 2021-ലും ഒക്കെ വന്നപ്പോൾ അന്നേരം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂട്ടർ ഓടിച്ച് നടന്ന സമയത്ത് ഭയങ്കര ടാൻ വന്നപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും വഴക്ക് പറഞ്ഞ്, എൻ്റെ കസിൻസൊക്കെ വഴക്ക് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യരുത്, ബ്യൂട്ടി പാർലറുകാരൊന്നും എന്നോടൊന്നും തോന്നില്ല. അല്ല, എൻ്റെ ബ്യൂട്ടീഷ്യന്മാർ പറയുന്നത് ചെയ്യേണ്ട, അഴുക്കാന്ന്. കാരണം എന്നാന്ന് വെച്ചാൽ കെമിക്കലൊക്കെ ഭയങ്കര അഴുക്കാന്ന്. ബ്ലീച്ചും ഒക്കെ നമുക്ക് പിന്നെയും കറുപ്പേ വരത്തുള്ളൂ. ബ്ലീച്ച് ഇട്ടിട്ട് പുറത്തിറങ്ങിയാൽ ഇരുണ്ട് പോകും. അന്നേരം ഇതൊക്കെ പറഞ്ഞു തരുവാണേ. പറഞ്ഞു തന്നില്ലേ മനസ്സിലാകത്തില്ലോ, അല്ല വാചം അടിക്കുന്നതല്ലേ. പിന്നെ ഞാനൊന്നും പൊക്കി പറഞ്ഞല്ലോ കേട്ടോ, ഉള്ള കാര്യം. അപ്പം അങ്ങനെ പിന്നെ ഫേഷ്യലൊക്കെ ചെയ്താൽ നമ്മുടെ ഫുള്ളും നശിച്ചു പോകും മുഖം. ഒന്നും ചെയ്യരുത്. കാരണം ഈ ബ്ലീച്ചൊക്കെ ഇട്ട് അവർ പെട്ടെന്ന് വെളുപ്പിക്കും, എന്നിട്ട് അത് പെട്ടെന്ന് കറക്കും വെയിലത്ത്. അതുപോലെ നിങ്ങൾ സൺസ്ക്രീൻ അല്ലാതെ ഒന്നും വെയിലത്ത് ഇറങ്ങുമ്പം ഒരു ക്രീമുകളും തേക്കല്ല്. പകൽ ഒരു ക്രീമുകളും നിങ്ങൾ തേക്കല്ല്. വെയിലിൻ്റെ ഷെയ്ഡ് അടിച്ചാൽ കറുത്തു. പകൽ ഒരു ക്രീമുകളും തേക്കരുത്. പിന്നെ ഫേഷ്യലോ ബ്ലീച്ചിട്ടൊന്നും ഫേഷ്യൽ ചെയ്യരുത്. അഥവാ ചെയ്താൽ ഏത്തപ്പഴം അരച്ചുള്ളത് ചെയ്യും, ഓറഞ്ച് നീരിൻ്റെ ചെയ്യും, ഇതൊക്കെ ചെയ്യാവുള്ളൂ. കപ്പളങ്ങയുടെ ഇതൊക്കെ ഇട്ടിട്ടുള്ളത് ചെയ്യും. അല്ല ഫ്രൂട്ട്സിൻ്റെ അല്ല ഒന്നും ചെയ്യിപ്പിച്ചേക്കില്ല. ഞാൻ ഈ 5-6 പ്രാവശ്യം ചെയ്തപ്പോഴും ഓറഞ്ചിൻ്റെ ചെയ്തു. ഒരു പ്രാവശ്യം എനിക്ക് ഷേർലി, അത് പറയാൻ മറന്നു. ഷേർലിയും വീഡിയോ കാണുന്നുണ്ടായിരിക്കും ചിലപ്പം. ഷേർലി മാർക്കറ്റിനകത്ത്, നമ്മുടെ കോട്ടയം മാർക്കറ്റിനകത്ത് എൻ്റെ ഫ്രണ്ട് തയ്യക്കടയുണ്ട്, ഇതും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ആഷറിൻ്റെ കൂടെ പഠിച്ച കുഞ്ഞിൻ്റെ ഏബലിൻ്റെ അമ്മയാണ്. അപ്പോൾ അത് ഞാൻ തയ്ക്കാൻ കൊടുക്കാൻ പോയപ്പോൾ ഷേർലിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പിന്നെ ഇതുപോലെ ഭയങ്കര സ്കൂട്ടർ ഓടിച്ച് അതാ ഞാൻ പറഞ്ഞില്ലേ, സ്കൂട്ടർ ഓടിച്ച് വലഞ്ഞ് നടന്നപ്പോഴത്തേക്കിനെ ഞാനൊരു പ്രാവശ്യം ചെയ്തെന്ന് കണ്ടോ. അതാ പറഞ്ഞത്, കറക്റ്റാണ് പറയുന്നത്. അപ്പോൾ ഈ ഷേർലി ഏത്തപ്പഴം, പഴുത്ത ഏത്തപ്പഴം അത് അരച്ച് അതിൻ്റെ ഇതുകൊണ്ട് എനിക്ക് ഫേഷ്യൽ ചെയ്തത് നല്ലതായിട്ട് വെളുത്തായിരുന്നു കേട്ടോ. ടാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ 3 അടുത്തേ ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ ഒരു ക്രീമും പകൽ തേക്കരുത്. എന്തേലും ക്രീം തേക്കുന്നുണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് തേച്ച് കിടന്നുകൊണ്ട് രാവിലെ ആകുമ്പോൾ നല്ല രസമായിട്ടിരിക്കും. രാവിലെ അതങ്ങ് പിന്നെ ഫേസ് വാഷോ അല്ലെങ്കിൽ എന്തേലും പിന്നെ കറ്റാർവാഴയുടെ ഇതിട്ടോ അല്ലെങ്കിൽ എന്നേലും ചെയ്തങ്ങ് കളഞ്ഞേച്ചാൽ മതി. സോപ്പെന്ന് പറയുമ്പം വളരെ നല്ല നൈസായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാവുള്ളൂ. ഈ പിന്നെ പേഴ്സോ അല്ലെങ്കിൽ മറ്റേ ഡവോ, പിന്നെ ഈ പിള്ളേരുടെ ഉണ്ടല്ലോ ജോൺസൺ ആൻഡ് ജോൺസൺ, അത് നല്ല രസമാണ്. അത് ഇട്ട് തേക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ പണ്ടിടയ്ക്ക് ആരോ പറഞ്ഞിട്ട് അത് ഉപയോഗിക്കായിരുന്നു കേട്ടോ. നല്ല ഗ്ലോ വരും. രാത്രിയിൽ ഏത് ക്രീമും മോയ്സ്ചറൈസിങ് ക്രീമോ ഫെയർനെസ് ക്രീമോ ഏതെങ്കിലും രാത്രി തേച്ചിട്ട് ബോഡി ലോഷനോ എന്നാന്നേലും രാത്രി തേച്ചും കിടന്നു സുഖമായിട്ട് അതൊന്ന് ദേഹത്ത് പിടിച്ചു കഴിയുമ്പോൾ കിടന്നാൽ മതി. കട്ടിലേലും ഉടുപ്പയിലും പറ്റി പോകണ്ട, നമുക്ക് പൈസ നഷ്ടമാകണ്ട, നമുക്ക് ഗുണവും വരണ്ടേ. അപ്പം അങ്ങനെ ചെയ്തോണം. എനിക്ക് എന്തായാലും മുഖത്ത് പരീക്ഷിക്കാൻ ഭയങ്കര പേടിക്കാര്യം. പക്ഷേങ്കിൽ ഇത് ഞാനൊരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ചെയ്ത് നോക്കി. എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ അതങ്ങനെ ഞാൻ ടാൻ വന്നപ്പോൾ തേച്ചിട്ടുണ്ട്. അതങ്ങ് മാറുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇവിടെ കുഴപ്പമില്ലല്ലേ.
ഇവിടെ ഇല്ല. ദേ ഇവിടെ ഇച്ചിരി ഇല്ലേ ശക്കലം, ഉണ്ടോ ശക്കലം. അത് ഈ ഫോൺ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് ഒത്തിരി അതിൻ്റെ ആണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് തോന്നുന്നതാ അങ്ങനെയാണോ എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നാന്നറിയാമോ, പിന്നെ കഴുത്തൊക്കെ വേർത്ത് ഉടുപ്പ് കണ്ടോ കുളിച്ചായിരിക്കാം. ഇതേണ്ടേ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത്, അതായത് 2 ടേബിൾ സ്പൂൺ എന്നൊന്നും ഇല്ല, നമ്മുടെ മുഖത്ത് ആകപ്പാട് തേക്കാൻ വേണ്ടിയത് അത്രയേ ഉള്ളൂ. നല്ല തൈര് എടുത്തു. ഇവിടെ ഇരുന്ന തൈര് തീർന്നിട്ട് പോയി മേടിച്ചതാണ്. പിന്നെ ഇതാ കടലമാവ്. അപ്പം സ്തോത്രം. ഇവിടെ ഇച്ചിരി കൂടുതലൊക്കെ അവിടെ കണ്ടിരിക്കുന്നത്. അത് പതുക്കെ പോവുള്ളൂ, അത് ഈ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് വന്നതാ. എന്നാലും നമ്മളുടെ പെട്ടെന്ന് കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടാൻ ഇല്ലേ, അത് പോകാനും നമ്മുടെ മുഖത്തെ കറുപ്പ് പോകാനും ഏറ്റവും നല്ലത് കടലമാവും പിന്നെ ഇതുവാ തൈരുവ കേട്ടോ. സ്ക്രബൊന്നും ഞാനങ്ങനെ ചെയ്യത്തില്ല. സ്ക്രബ് അരിപ്പൊടി വെച്ചൊക്കെ വേറെ സാധനമുണ്ട്, അത് പറഞ്ഞു തരാം. ഞാൻ ചെയ്യത്തില്ല. ഞാൻ ആകെപ്പാടെ ഞാൻ പറഞ്ഞല്ലോ 1-2 പ്രാവശ്യം ഇത് തേച്ചിട്ടുള്ളൂ. ബാക്കി ഇരുന്നത് മാനസികാവസ്ഥ ശരിയല്ല, ഞാൻ ഒറ്റ കാര്യം ചെയ്തില്ല. ഇത്തിരി ഒപ്പിച്ച് വെച്ചേക്കാം കൂടുതൽ. ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ ഓർത്താണ് തേക്കണമെന്ന് കുറച്ചായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷേ തേച്ചില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ തേക്കാൻ തുടങ്ങിയേ. അന്നേരം നല്ലതായിട്ടത് അതിങ്ങനെ എടുത്തറിയുന്നുണ്ടായിരുന്നേ. ആ വശത്തേ ഉള്ളൂ, ഈ വശത്ത് അങ്ങനെയില്ല. ഫോൺ ഇവിടെ ഇടയ്ക്കേ പിടിക്കുള്ളല്ലോ, ഈ ഇടതുവശത്തല്ലേ കൂടുതലും നമ്മൾ പിടിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ സംഭവിച്ച് ഞാനിത് മടി കൊണ്ട് ഇങ്ങനെ എനിക്കും ആരണമൊക്കെ ഇങ്ങനെ വല്ലതൊക്കെ ഇരുന്നാൽ എളുപ്പമാണേ. കാരണം ഞങ്ങളങ്ങനെയൊന്നും ദേഹത്ത് പറ്റുന്ന ഭയങ്കര എളുപ്പമാണ്. എനിക്ക് തേക്കാൻ മടി. അപ്പോൾ ഞാൻ തേച്ചില്ല. പക്ഷേ ഇത് എനിക്ക് അങ്ങോട്ട് കണ്ണാടിയെ നോക്കുമ്പോൾ സങ്കടം വരുന്നേ, മുഖത്ത് ഇങ്ങനെ ഈ പാടിരുന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, പണ്ടിങ്ങനെ ടാൻ വന്നപ്പം തേച്ച ഇത് ടാനാണോ കരിമ്പങ്കല്ലിയാണോ അതോ ചുമ്മാ ഫോൺ അങ്ങനെ വെച്ച് വിളിച്ചതിൻ്റെ ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒന്ന് തേക്കാമെന്ന് കരുതി ഞാൻ 1-2 ആഴ്ചയായിട്ട് തേക്കാൻ തുടങ്ങി. 2 ആഴ്ച 14 ദിവസമല്ലേ, 14 ദിവസമൊന്നും തേച്ചില്ല, ഒരു 3 പ്രാവശ്യം തേച്ച് കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇതുകൂടെ കൂട്ടി 4 ഇല്ല. തൈരും ഇതും തേക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇത് 2ാമതേ ആയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കുളിക്കാനായിട്ട് കയറിയപ്പോൾ ഇച്ചിരി തൈരും കടലമാവും കൂടെ 1 പ്രാവശ്യം തേച്ചു. പിന്നെ ഇപ്പോഴാണ് തേക്കുന്നത് കേട്ടോ, സത്യമാണ് പറയുന്നത്. പിന്നെ അല്ലാതെ അതിന് മുമ്പ് തേച്ചത് ചുമ്മാ വെള്ളത്തിൽ പച്ചമഞ്ഞൾപ്പൊടിയും രക്തചന്ദനപ്പൊടിയും ബാത്റൂമിൽ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് ശകലം ഇങ്ങനെ എടുത്ത് ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് പാത്രം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ടൊരു ശകലം കുഴഞ്ഞിട്ടിട്ട് തൈരോ പാലോ ഒന്നും തേച്ചില്ല. നാരങ്ങാനീരോ പിന്നെ തേനോ, തേൻ ശാലോചിച്ചായിരുന്നു കേട്ടോ, അത് തീർന്നു. തേൻ ശാലോചിച്ചായിരുന്നു, ബാക്കിയെല്ലാം ആരൻ പാൻ കേക്കിന് വേണ്ടി എടുത്ത് തീർന്നു. അപ്പം ഞാൻ ഇച്ചിരി ഉണ്ടായിരുന്നത് ഒരു ദിവസം തേനും രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് വരയ്ക്കാനൊക്കെ മടിയാണ്, അമ്മയാണ് സമ്മതിക്കുകയല്ല. രക്തചന്ദനത്തിൻ്റെ പൊടിയും പച്ചമഞ്ഞളിൻ്റെ പൊടിയും ഞാൻ ഈ ഓട്ടോച്ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. അന്നേരം അത് ഞാൻ വെള്ളത്തിൽ ചുമ്മാ ശകലം കലക്കി തേച്ചായിരുന്നു. അത് 3-4 പ്രാവശ്യം തേച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ മാറ്റം ഉണ്ടായിരുന്നു, മുഖത്ത് ഒരു ഗ്ലോയൊക്കെ വന്നായിരുന്നു. റഫായിട്ടിരിക്കുമായിരുന്നു, ഈ കുഴമ്പും അതും ഇതും എല്ലാം തേച്ച് അഴുക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് തേച്ചപ്പം ഇച്ചിരി ഇത് വന്നു. പിന്നെ പോയിട്ട് ഈ സാധനം ഉള്ളായിരുന്നു. അതിനിപ്പം നമുക്ക് ഇതിങ്ങനെ തേച്ച് നോക്കാം. ഒരു ദിവസം ഇതും ഒരു ദിവസം രക്തചന്ദനവും മഞ്ഞൾപ്പൊടിയും കൂടെ തേച്ച് നോക്കാം. തേനും കൂടെ ഒഴിച്ചാൽ നല്ല തേൻ തീർന്നു.
ഇനിയിപ്പോൾ ഇത് കുറച്ച് നാളിങ്ങനെ, ഇത് കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ടാൻ ഉള്ളപ്പോൾ തേച്ചാൽ മതിയെന്നേ, എപ്പോഴും തേക്കണ്ട. പക്ഷേ ഒത്തിരി കരിമങ്കല്യവും ടാനും ഒക്കെ ഉള്ളവർ ഇതെല്ലാ ദിവസവും തേക്കണം, പ്രത്യേകിച്ച് പെടലിയിലെല്ലാം. ഓരോ ദിവസവും ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അറിയാം കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ഒരു ദിവസം എൻ്റെ കൂടെ ഞങ്ങളുടെ കസിൻ ബ്രദർ ഞങ്ങളുടെ കൂടെ ഇതൊക്കെ തേക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതാണ്. അപ്പം അവൾ ഒരു ദിവസം ഇങ്ങനെ പെടലിയെ ഇതിൻ്റെ കണ്ടുകൊണ്ട് പറഞ്ഞു, പിന്നെ തക്കാളി നീര് തേക്കാൻ പറഞ്ഞു. അത് ഞാൻ കുറച്ച് തേച്ചപ്പോഴത്തേക്കിന് മാറി കേട്ടോ. ഒരു അതുപോലെ ഹോർമോണിൻ്റെ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറുത്ത് ഇരിക്കുമായിരുന്നേ, ഇങ്ങനെ നല്ലതായിട്ട് കറുത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇടലി മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ മുഖം വെളുത്തും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അത് ഓരോ ഗുളിക കഴിക്കുമ്പോൾ ഓരോ സമയത്തുള്ള ഈ നമ്മളെന്തെങ്കിലും കാൽസ്യം അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ വരും. അപ്പം ഇവള് പറഞ്ഞേ ആക്കെ ഇവള് പറഞ്ഞു തക്കാളി നീര് തേക്കാൻ പറഞ്ഞു. തേച്ചപ്പോൾ മാറി കേട്ടോ. അവിടെ കൈയും കാലിനും ഒക്കെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. എനിക്കിത് മടിയായതുകൊണ്ടാണ് ഒക്കെ ഞാൻ പറഞ്ഞതല്ലാതെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ കാണിക്കാം. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എന്തെല്ലാം ടിപ്സ് അറിയാം, അപ്പോൾ അതൊക്കെ ചെയ്യാൻ മേലേന്ന് നേരം. പക്ഷേ ഒന്നാമത് എനിക്ക് എൻ്റെ ദേഹത്ത് തേച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഴഞ്ഞ് പറഞ്ഞിരുന്ന ഭയങ്കര അറപ്പാണ്, അതുകൊണ്ടാണ് തേക്കാം. ഈ ചൂട് കാലത്ത് കാണിച്ചില്ല പിന്നെ എന്നാ അല്ലേ. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇരുന്ന് ഉണങ്ങട്ടെ. ഞാൻ അന്നേരത്തേക്കിന് ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ. 1 മണിക്കൂർ ഇരുന്നോട്ടെ കേട്ടോ. ബാക്കിയുള്ളത് കയ്യെ തേച്ചു കാലേ തേച്ച് പിടിപ്പിക്കുക, അല്ലേ പിന്നെ പാചകം ചെയ്യുമ്പോൾ കയ്യേലെ പോകത്തില്ലേ. എളുപ്പം നങ്ങുണ്ടാക്കി 7:50 മുഖത്ത് തൈരും ഇതുകൂടെ തേച്ചിട്ട് 7:50 ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 8:20. എത്രയായി? 30 മിനിറ്റായി, അരമണിക്കൂറ്. അപ്പം അരമണിക്കൂർ കൊണ്ട് എളുപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഇനിയിപ്പം ചിക്കൻ കറി വേണ്ടെന്ന് പറഞ്ഞു, ഫ്രൈ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് കേട്ടോ. തുടയ്ക്കുന്ന കാര്യം കാണിക്കാൻ മറന്നുപോയി. ടവലെടുത്ത് നനച്ചുകൊണ്ട് വരട്ടെ. ഇത് പിന്നെ പാചകത്തിന് പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൈ ഒന്ന് നനച്ചിട്ട് ഈ ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കണമായിരുന്നേ. പക്ഷേ ഇനി എനിക്ക് അതിനൊന്നും സമയമില്ല, പറഞ്ഞില്ലേ. വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചുമ്മാ പറയുന്നില്ല. നല്ല വ്യത്യാസമില്ലേ. ഞാൻ ഈ നിന്നെടുത്ത് തന്നെയല്ലേ നിന്നത്. തേക്കുന്നതിന് മുമ്പും ഇവിടെ നിന്നേ, തേച്ച് കഴിഞ്ഞ് ഇവിടെ തന്നെയല്ലേ നിന്നേ. വേറെ പ്രത്യേകിച്ച് ലൈറ്റോ വെട്ടോ ഒന്നും ഇല്ലല്ലോ. ഉടായ്പ പരിപാടിയൊന്നുമില്ല. കണ്ടോ, പെടലി കറുത്തിരിക്കുമല്ലായിരുന്നു ഉച്ചക്കലത്തെ പോക്കിന്. ആരണ്ണേ പിന്നെ എന്നാന്നറിയാമോ, ആരൻ്റെ സമയമാണ്. ഈ ഒരു 6 മണിയായാൽ കുളിച്ച് കഴിഞ്ഞിട്ട് 6-6:15 6 മണിക്ക് മുമ്പേ ചിലപ്പോൾ ഇരിക്കും. അപ്പോൾ ആരൻ്റെ സമയം അത് വയലിൻ പ്രാക്ടീസ് ചെയ്യാനും, അവൻ്റെ 5 തൊട്ട് 6 വരെ നമ്മൾ ക്രിസ്ത്യഗാനം ഇടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 6 തൊട്ട് ആരൻ്റെ ലോക, അവൻ്റെ വയലിൻ പ്രാക്ടീസും ഉണ്ടോ. ഭയങ്കര വ്യത്യാസമല്ലേ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. പിന്നെ ഇപ്പം നമ്മളിത് കുളിക്കാൻ നേരം സോപ്പൊന്നും ഇട്ട് കഴുകരുത്. ഒരു സംഗതിയും ചെയ്തിട്ട് സോപ്പിട്ട് നമ്മൾ കഴുകരുത്. ഒരു സംഗതി സോപ്പിടാതെ വേണം നമ്മൾ ഇന്നത്തെ ദിവസം കുളിക്കാൻ.
നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ഫേസ് വാഷ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചുമ്മാ കഴുകുക ചെയ്യുന്നത്. കുളിക്കുമ്പോൾ മാത്രം സോപ്പ് ഉപയോഗിക്കത്തുള്ളൂ. അത് കുളിക്കുമ്പോൾ നമ്മളിങ്ങനത്തെ വല്ലതും തേക്കുന്നുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിക്കത്തുമില്ല. ഇങ്ങനത്തെ ഉപയോഗിക്കാത്ത ദിവസമേ സോപ്പ് ഉപയോഗിക്കത്തുള്ളൂ. മുഖം കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സെയിം സ്ഥലത്തല്ലേ നിൽക്കുന്നത്. ഞാൻ വേറെ എങ്ങും അല്ലല്ലോ നിൽക്കുന്നത്. വേറെ കൃത്രിമൊന്നും കാണിച്ചില്ല. ഞാൻ പാചകം കഴിഞ്ഞ ഉടനെ ഉണ്ടോ ഇത് ഇങ്ങനെ ഇതുണ്ട് ഇവിടെ മങ്ങിയില്ലേ, നല്ല വെളുത്തില്ലേ ഇവിടെ, ഇത് പാട് പോയില്ലേ. ഇനി കുറേ ഇത് പോകുന്നവരെ ഞാൻ ഇങ്ങനെ തേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മടിയാണ്. ഈ സംഗതി ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് തേക്കണമെന്ന് തോന്നിയത് തന്നെ. അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, വേറെ ഒരു പാടുകൾ ദൈവം സഹായിച്ച് എൻ്റെ മുഖത്ത് ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഈ എന്തെങ്കിലും തേക്കുമ്പോൾ മുഖത്ത് കുരുവോ വല്ലതും വരുന്നവർ, അതായത് പിന്നെ തൈരോ പാലോ ഒക്കെ അലർജി ഉള്ളവർ, ചിലപ്പോൾ അവർക്ക് കുരുവോ കാരയോ വല്ലതും കൊഴുപ്പടിഞ്ഞ് വന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി നാരങ്ങാനീര് അല്ലെ തക്കാളിയുടെ നീര് ഇതിനകത്ത് ആഡ് ചെയ്താൽ നല്ല. അത് ഈ കുരുവും ഇതുമൊക്കെ വരുമെന്ന് പേടിയുള്ളവർക്ക് അങ്ങനെ തേക്കേണ്ടത് കേട്ടോ. തക്കാളി നീരോ നാരങ്ങാനീരോ. ചിലർക്ക് നാരങ്ങാനീര് പിടിക്കത്തില്ല, ഡ്രൈ ആകുന്ന പോലെയൊക്കെ വരും. അപ്പം ഡ്രൈ സ്കിന്നുള്ളവർ പിന്നെ ഇച്ചിരി 2-3 തുള്ളി തേനൊഴിച്ചാൽ മതി. ഇനി നമ്മളിത് ചുമ്മാ പച്ചവെള്ളത്തിലോ ചെറു ചൂടുവെള്ളത്തിലോ കഴുകിയാൽ മതി. കണ്ടോ, ഗ്ലോ ഉണ്ടോ? എന്ത് തേച്ചാലും ചുണ്ടയിലും പറ്റിക്കോട്ടെ, നല്ല കേട്ടോ. എന്നാ തേച്ചാലും ചുണ്ടിൻ്റെ കറുപ്പ് പോകാൻ എന്നാന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഞാനിതുവരെ ചെയ്തു നോക്കിയിട്ടില്ല. എൻ്റെ ആങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, കസിൻ ബ്രദർ, അവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പുള്ളിക്കാരത്തി പറഞ്ഞു തന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ചുണ്ടിൻ്റെയും മുഖത്തിൻ്റെ എന്തുവാ ഇത് കറുപ്പ് പോയത് വേറൊരു സാധനം തേച്ച. അത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഓരോന്ന് പറഞ്ഞുതരാം. എന്നെ നിങ്ങൾ ഓർപ്പിച്ചാൽ മതിയേ. കണ്ടോ, ഈ ഇവിടവും നന്നായിട്ട് എനിക്കുണ്ടായിരുന്നേ. അത് ഞാൻ പറഞ്ഞില്ലേ, ഫോണിൻ്റെ ആ ചൂടിങ്ങനെ പിടിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ അത് പിന്നെ അത് കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലേ. ഞാനൊന്നും ഉപയോഗിക്കത്തില്ല. ഒന്നാമത് എനിക്കിങ്ങനെ മെനക്കെട്ടുള്ള പരിപാടിയും ഇനി കുഴച്ച് പിടിച്ച് തേച്ച് എനിക്കിഷ്ടമല്ല, അറപ്പ് വരും. അതുകൊണ്ടാണ്. മൂക്കയിലൊക്കെ ഇങ്ങനെ നമുക്ക് വന്നാലല്ലേ അതെല്ലാം പൊയ്ക്കോളും. കണ്ടോ, ഇവിടെ നമുക്ക് ഈ സാധനം ഇവിടെ ഇങ്ങനെ ഈ മൂക്കിൻ്റെ 2 അറ്റത്തും വരുമ്പോൾ നമ്മൾ പ്ലക്കറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലക്കർ ഒന്നും വേണമെന്നില്ല, നമ്മുടെ ഇതിൻ്റെ നെയിൽ കട്ടറില്ലേ, അതിൻ്റെ ഒരു സാധനം ഇങ്ങനെ ഉണ്ട്, പ്ലക്കർ പോലത്തെ അതേലുണ്ട്, നെയിൽ കട്ടറിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഉണ്ടോ, നല്ല വെളുത്ത് ചുമന്ന് വന്നില്ലേ. അരമണിക്കൂറേ ഞാൻ വെച്ചുള്ളൂ, എനിക്ക് സമയമില്ല. 1 മണിക്കൂറാണെങ്കിൽ നമ്മൾ അരമണിക്കൂറിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിങ്ങനെ ഉണങ്ങി പിടിച്ച് ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മളില്ലേ പിന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. പിന്നെ കൈ 2 കൂടെ നനച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മേളിലോട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ, ഇവിടെ ഒരുപാട് പ്രസ് ചെയ്യില്ല. ഇതില്ലേ, ഈ 2 കുഞ്ഞു വിരൽ വെച്ച് ഇവിടെ ഇങ്ങനെ
ചെയ്യാവുള്ളൂ പതുക്കെ. അവിടെ ഒരുപാട് ഇതായ ചുമ്മാ തൂങ്ങും കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്നിട്ട് പിന്നെ ഈ വിരൽ വെച്ച് ഇങ്ങനെ ഈ വിരൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന അത് 2 വിരൽ വെക്കാം. ഈ 2 എണ്ണം ഇങ്ങനെ വെക്കാം. പതുക്കെ ഇങ്ങനെ വെക്കാം. മസാജിങ് മുഖത്തിൻ്റെ. പിന്നെ ഇത് വെച്ചേ പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യാവുള്ളൂ കേട്ടോ, മസാജ് ചെയ്യാവുള്ളൂ. ഇത് വെച്ച് മസാജിങ്ങിന്. പിന്നെ ഇങ്ങനെ ഇവിടെ ഈ മുഴച്ച് ഇവിടെ ഇങ്ങനെ വരത്തില്ല. എനിക്കിത് പ്രഷർ കൂടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഈ ബൾജിങ് ഉണ്ടോ, പ്രഷർ കൂടുമ്പോൾ അങ്ങനെ വരും. അത് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി പതുക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉണ്ടോ, എല്ലാം പതുക്കെ വേണം ഇങ്ങനെ. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യണം. പിന്നെ ഈ നെറ്റിയൊക്കെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ എല്ലാം പതുക്കെ, വലിയ ഇതായിട്ടല്ല. ഇതൊക്കെ ഇങ്ങനെ കണ്ടോ, അങ്ങനെ നല്ല വ്യത്യാസമില്ലേ. നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് ഇത് പറയുക, ഷെയർ ചെയ്യുക കേട്ടോ. കണ്ടോ, മുഖം കണ്ടോ, ഗ്ലോ കണ്ടോ. ഒരുപാട് ആവശ്യമില്ലാത്തൊന്നും തേക്കണ്ട, ഈ ഒരൊറ്റ സംഗതി മതി. അപ്പം ശരിയല്ലേ, നല്ലതല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. കണ്ടോ, ഇത് നമ്മൾ തേക്കുന്നതിന് മുമ്പ് നല്ലതായിട്ടില്ലായിരുന്നോ. ഞാനൊരു 2 പ്രാവശ്യമായുള്ളൂ. ഇത് 2ാമത്തെയാണ്, ശരിയാണ്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങൾക്ക് തൃപ്തിയായെങ്കിൽ കണ്ടോ, അടുപ്പിച്ചാണ് കാണിക്കുന്നത്, ദൂരെ നിന്ന് ലൈറ്റ് അടുപ്പിച്ചൊന്നുമല്ല. കണ്ടോ, നല്ല ഗ്ലോ അല്ലേ. അപ്പം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് മാത്രം ചെയ്താൽ മതി. വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഏറ്റവും നല്ല, അതുകൊണ്ട് ഇത് ഫസ്റ്റിലേ കാണിച്ച് കേട്ടോ. അപ്പോൾ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫുൾ വീഡിയോ കാണണേ കേട്ടോ.